യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം. സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷി നൽകുന്നതാണ് ഇന്നത്തെ തിരുവചന ഭാഗം. പരസ്യജീവിത കാലത്തേക്ക് യേശുനാഥൻ വചനപ്രഘോഷണ ദൗത്യവുമായി ഇറങ്ങുമ്പോൾ അവനെ പൊതുജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായ സ്നാപകൻ തനിക്ക് പരിചിതമായിരുന്ന ഒരു വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ യേശുവിനെ പരിചയപ്പെടുത്തി വിടവാങ്ങുകയാണ്. സ്നാപകന്റെ ശിഷ്യന്മാരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജോർദാൻ നദിയുടെ വ്യത്യസ്തമായ തീരങ്ങളിൽ ജ്ഞാനസ്നാനം നൽകുന്ന വേളയിൽ രണ്ടു കൂട്ടരുടെയും കൂട്ടുകാർ തമ്മിൽ, ശിഷ്യന്മാർ തമ്മിൽ ശുദ്ധീകരണത്തെക്കുറിച്ച് ഒരു തർക്കമുണ്ടാകുന്നു. അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം കൊടുക്കുന്ന സ്നാപകന്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ, മറുപടുത്ത് ജ്ഞാനസ്നാനം നൽകുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ. ഇവിടെ സ്നാപകന്റെ അടുക്കൽ വളരെ നിരുദ്രവകാരമായ ഒരു പരാതി ഉന്നയിക്കുകയാണ് സ്നാപകന്റെ ശിഷ്യന്മാർ. അതിന് സ്നാപകൻ കൊടുത്ത മറുപടിയാണ് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹം. സ്നാപകൻ പറഞ്ഞു, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ഞാൻ വന്നത്. അവനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് ഞാൻ വന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തൻ്റെ റോള് കൃത്യമായി മനസ്സിലാക്കിയ ഒരു സ്നാപകൻ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുന്നതോടുകൂടി വേദി വിട്ട് ഇറങ്ങുകയാണ്. ക്രിസ്തുനാഥൻ വളരണം, ഞാൻ കുറയണം. ഓരോ ക്രിസ്ത്യാനിയുടെ മുമ്പിലെ വെല്ലുവിളിയായിട്ട് ഉയർത്തപ്പെടുന്ന ഒരു സന്ദേശം. ഒരുപക്ഷെ മാന്ത്രിക വിദ്യകൾ കാണിക്കുന്ന മതപുരോഹിതന്മാരുടെ നാട്ടിൽ വചനപ്രഘോഷകന്മാരുടെ ഒരു വലയത്തിൻ്റെ ഒക്കെ മുമ്പിൽ ഈ വചനത്തിനേറെ പ്രസക്തിയുണ്ട്. ഇന്ന അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴുണ്ടാകുന്ന സൗഖ്യം, ഇന്ന അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന സൗഖ്യം, ഇന്ന അച്ഛൻ ഉന്തി വീഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ ഉണർവ്, ആ ഒരു വ്യക്തിയിലേക്ക് ശ്രദ്ധീകരിക്കപ്പെടുമ്പോൾ, കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ തമസ്കരിക്കപ്പെടുന്നത് ക്രിസ്തുഭാവങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ശക്തി പ്രവർത്തിച്ചത് കൊണ്ടാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് വൈദികർക്കും വചനപ്രഘോഷകർക്കുമൊക്കെ അത്ഭുതകരമായി ദൈവത്തിൻ്റെ വക്താക്കളായിട്ട് തീരാൻ സാധിക്കുന്നത്. അയോഗ്യരും ഭാവികളുമായ ദാസരായ വൈദികരുടെ കരങ്ങളിലൂടെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കണം, സന്തോഷിക്കണം. പക്ഷെ ഉയർന്നു കേൾക്കേണ്ടതും ഉയർന്നു നിൽക്കേണ്ടതും ക്രിസ്തുവിൻ്റെ സ്വരമാണ്, ക്രിസ്തുവിൻ്റെ രൂപമാണ്, ക്രിസ്തുനാഥനാണ്. അവനാണ് വളരേണ്ടത്. എൻ്റെ വചനപ്രഘോഷണവും എൻ്റെ ആത്മീയ ശുശ്രൂഷകളും എന്നെ വളർത്താനല്ല, ക്രിസ്തുവിനെ വളർത്താനാകണം. ക്രിസ്തുനാഥനിലേക്ക് നയിക്കാത്തതൊന്നും ഒരു ക്രിസ്ത്യാനിക്കും ഭൂഷണമല്ല. ക്രിസ്തുവിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് എത്രമാത്രം ശക്തിയോടുകൂടി വചനം പ്രസംഗിച്ചാലും പ്രഘോഷിച്ചാലും അവൻ്റെ ആത്യന്തികമായ ദൗത്യം ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിപുലീകരണമാണ്, ക്രിസ്തുനാഥൻ്റെ മഹത്വീകരണമാണ്. ഈ ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.